ഹായ്, ഇന്നും നമ്മുടെ പച്ചക്കറി തോട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണെന്ന് കാണാവോ? വരും. നമ്മളെ കൊല മുറിച്ചത് ഞാൻ കാണിച്ചില്ലേ? പിന്നെ കൊല മാത്രമല്ല, വാഴപ്പിണ്ടിയും അല്ലെങ്കിൽ വാഴത്തട, ഇതും നമുക്ക് ഉത്തമമായ ഒരു ഭക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അതുപോലെ കൂമ്പ്. അപ്പം ഇതിനെ വാഴപ്പിണ്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാമോ? സാധാരണ ഇങ്ങനെ വാഴ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കണ്ടിട്ട് അത് വെട്ടി തറയിടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ വെട്ടിയെടുക്കുക, എന്ത് പാടല്ലേ എന്നല്ലേ. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ പീസ് മുറിക്കണം. കണ്ട, പീസായിട്ട് വെട്ടി മുറിക്കണം. ഞാൻ രാവിലെ വന്നതിനെ പീസ് മുറിച്ച് ഇതുപോലെ പീസ് വെട്ടി മുറിക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ വവന്നെടുക്കണം. ഇങ്ങനെ വവരണം. ഒരു സൈഡ് വവന്ന് മറു സൈഡ് ഇങ്ങനെ വവരണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇതുപോലെ വലിച്ച് ഇങ്ങനെ എടുക്കണം. വലിച്ചെടുത്ത് ഇങ്ങനെ എടുക്കണം. പീസാകുമ്പോൾ നല്ല എളുപ്പമാണ് വലിച്ചെടുക്കാൻ. ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കണം. മഴ സീസണും മഴ പരുവമൊക്കെ ആയത്, മഴ സമയമായണ്ടേ നല്ല കാറ്റാണ്. ദേവലോകരഥവുമായി തെന്നലേ 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 തേടി വന്നതാരണി തെന്നലേ 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 ദേവലോകരഥവുമായി തെന്നലേ 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 തേടി വന്നതാരണി തെന്നലേ തെന്നലേ തെന്നലേ. ഇന്നൊരു നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് കാറ്റ് വന്ന് അടിച്ച് വരണതുകൊണ്ട് ചൂടൊന്നുമില്ല. നല്ല അന്തരീക്ഷമല്ലേ, മഴയൊക്കെ ഇല്ലേ. കർക്കിടകം വരുന്നു, ഓണം വരുന്നു, അങ്ങനെയുള്ള അവസരങ്ങളാണ്. ഇതാ അങ്ങനെ ഒരെണ്ണം എടുത്ത്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതും കൂടെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പണി തീർന്നു. കുടലിൻ്റെ അസുഖത്തിന് ഒക്കെ നല്ലതാണ്. ഇത് വാങ്ങാൻ ചെന്നാൽ തന്നെ കിട്ടില്ല. എന്നുവെച്ചാൽ രാസവളം തളിച്ച് വയലിലുള്ളതിലേക്ക് കിട്ടും. ഇതുപോലുള്ള നല്ല ശുദ്ധമായ വാഴപ്പിണ്ടി കിട്ടില്ല. ഇത്രയും ഇപ്പം എനിക്ക് മതി. കണ്ട, 3 എണ്ണം കിട്ടി. ഇത് എത്ര ദിവസത്തേക്കായി? പയറിട്ട് തോരൻ വയ്ക്കാം, പുളിങ്കറി വയ്ക്കാം, പരിപ്പിട്ട് തോരൻ വയ്ക്കാം. എല്ലാത്തിനും നല്ലതാണ്. ഇനി കുറച്ച് പച്ചക്കറി കൂടെ ഉണ്ട്. നമുക്ക് ചെന്ന് അതിനെ കൂടെ ഒന്ന് അടർത്താവോ? വരും, അടർത്താൻ പോകും. ആദ്യം ഞാൻ പറിക്കാൻ പോണത് എൻ്റെ തക്കാളി. കണ്ടോ, ആദ്യം നട്ട തക്കാളിയാണ്. ഇതെല്ലാം നല്ല പഴുത്ത് വെടിച്ച് നിൽക്കുന്നു. ഇതിനൊക്കെ ഞാൻ കുറേ അടർത്തയായിരുന്നു. എന്നുവെച്ചാൽ പഴുത്ത് നിൽക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ദിവസമൊന്നും അങ്ങ് നിർത്തിയിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ കുറച്ച് അന്ന് പഴുത്തത് അടർത്തിയായിരുന്നു. ഇത് കണ്ടോ, നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇത് ചിലന്തി ഓടുന്നുണ്ട്. ഇതാണ് അപകടകാരി. അതാത്ത ചാടിപ്പോയി. കണ്ടോ, ഇതൊക്കെയാണ് ഇതിൽ വന്നിരുന്ന് മുഞ്ഞ ഉണ്ടാക്കുന്നത്. അതായത് മുഞ്ഞ പിടിച്ചും തുടങ്ങിയുണ്ട്. ഇതാണ്ട് ഇത് നമ്മളിതിനെയൊക്കെ വന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അമക്കി കൊടുത്താൽ ഇതെല്ലാം അങ്ങ് ചത്തുപോകും. അങ്ങനെ ഇതൊക്കെ 2-3 അടർത്തിയെടുക്കാം. കണ്ട, എന്ത് ഫ്രഷ് സാധനം നോക്കിയേ. കേട്ടോ, അകം തന്നെ നോക്കി, എന്ത് ചുവപ്പ് കളർന്ന്. നല്ല മധുരവും നല്ല പുളിയും കൂടെ ചേർത്ത്. ഇത് കണ്ട, പഴുത്ത് വെടിച്ചു പോയി. കേട്ടോ, കുഴപ്പമില്ല. ഇത് നമുക്ക് ഈ തൊലി അങ്ങെടുത്ത് കളഞ്ഞാൽ മതി. നല്ല ടേസ്റ്റി ആയിരിക്കും. എൻ്റെ തക്കാളി തോട്ടത്തിലെ മറ്റുള്ള എല്ലാ തക്കാളികളും അങ്ങനെ പരുവായി വരെയാണ്. അതെല്ലാം കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തരാം. കേട്ടോ, ഇപ്പം ഇത്രയും. ഇനി വേറെ അവിടെ നിൽക്കുന്നു, അതൊക്കെ പറിക്കാം. വെണ്ടയ്ക്ക പറിക്കണം, വേറെ 1-2 സാധനം പറിക്കണം. ഓക്കെ, പറിക്കാൻ പോവാമോ? ഇതിലും വെണ്ടയ്ക്ക. ഇത് നല്ല പച്ച വെണ്ടയ്ക്കയാണ്. കണ്ടോ, അതിൽ നിന്ന് 2 എണ്ണം. ഇത് വേറെ ഇനം, ഇത് വേറെ ഇനമാണ്. കണ്ട,
നല്ല ചുമന്ന് പഴുത്ത് പോയി തൊണ്ടൻ പച്ചമുളക്. ഇതാണെങ്കിൽ നല്ല വലിപ്പമുള്ള പച്ചമുളക് ഉണ്ട്. ഇതിൻ്റെ വലിപ്പം നോക്കി, എന്ത് വലിപ്പമൊന്നും കണ്ട. ഇത് കണ്ട, ഇത് വേറൊരു ടൈപ്പ് തക്കാളിയാണ്. ഞാൻ ആദ്യം പറിച്ചത് സൈസല്ല, ഇത് വേറെ. ഇത് ചെറിയ ഇനമാണ് കണ്ട. ഇതേ കുങ്കുമപ്പൂവൊന്നും അല്ല കേട്ടോ, പച്ചമുളകാണ്. തൊണ്ടൻ പച്ചമുളകാണ്. പക്ഷെ അതിൻ്റെ കളർ ഇതേ കളറാണ്, ചുവപ്പ് കളർ കണ്ടോ, നല്ല പഴുത്ത് നിൽക്കുന്നത്. ഇത് വിത്താക്കി എടുക്കാൻ ബെസ്റ്റാണ്. ഉണക്കി ഈ വിത്തെടുത്ത് ഇതിൻ്റെ അരി പാകിയാൽ ഇതുപോലെ നല്ല തൊണ്ടൻ പച്ചമുളക് കിട്ടും. ഇതൊരു നല്ല എണ്ണ തൊണ്ടൻ പച്ചമുളകാണ്. കണ്ടാത്തൊന്നും കുങ്കുമപ്പൂവാണെന്ന്, അത്രയ്ക്ക് ചുവപ്പ് കണ്ട. ഇത് കണ്ടോ, ഒരമ്മ മൂട് കത്തിരിയാണ്. ഒത്തിരി കാച്ച് തീരാറായി നിൽക്കുന്നതാണ്. എന്നാലും ഇപ്പോഴും നിറയെ പൂവുണ്ട് കണ്ട. ഉണ്ട്, പൂത്ത് നിൽക്കുകയാണ്. പൂവും കായും ഉണ്ട്. ഇതിൽ 2 കത്തിരി നിൽക്കണം. നമുക്ക് കത്തിരിയെ കൂടെ അങ്ങ് പറിച്ചെടുക്കാം. ഇത് കണ്ട, ഇതിൽ 2 കത്തിരി കണ്ടോ. നല്ല ഇനം കത്തിരിയാണ്, ചതയുള്ള കത്തിരി. വലിയ കുരുക്കളൊന്നുമില്ല, കുരു കുറവാണ്. നല്ല ചതയാണ് ഇതിന്. മാംസം, നല്ല മാംസം ഉള്ളതാണ്. നല്ല ടേസ്റ്റിയാണ്. കമർപ്പോ കയ്പോ ഒന്നുമില്ലാത്ത നല്ല ബെസ്റ്റ് കത്തിരിക്കയാണ്. എൻ്റെ പുതിയ ഒരു മൂട് കരിവേപ്പിലയാണ്. ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ല, ഇത് വേറെ ഒരു ജീരക കരിവേപ്പിലയാണ്. ഇത് നല്ല മണമാണ്. എന്തൊരു മണമെന്നറിയാമോ, നല്ല മണമാണ് ഇതിന്. കറികളിലിട്ടാലും അതുപോലെ നല്ല മണം. നല്ല മണം. ഇതിൽ നിന്ന് 1-2 കൊത്ത് ഒടിച്ചിട്ട്, ഇത് ഒടിക്കാറേ ഇല്ല ഇതിൽ നിന്ന്. ഞാൻ സാധാരണ എപ്പോഴും ഇഞ്ഞ് വരാൻ മടിച്ചിട്ട് ഇത് അവിടെ നിന്നും കൊണ്ട് അതിൽ നിന്നാണ് സാധാരണ ഒടിച്ചെടുക്കണം. ഒടിച്ചു വിടണം, ഒടിച്ചു വിട്ടാലേ അത് വീണ്ടും തുളിരി വന്ന് നല്ല പുഷ്ടിയായിട്ട് വളരും. നല്ല അന്ന് ഞാൻ പോഞ്ചിക്ക പറിച്ചു, പക്ഷെ എന്നാലിപ്പോൾ വീണ്ടും അത് പഴുത്ത് തുടങ്ങി കേട്ടാ. 2-3 പഴുത്ത് നിൽക്കണേ, പറിക്കട്ടെ. അതുകൊണ്ട് 1 ഇവിടെയൊക്കെ പഴുത്തിരിക്കും. 2 എല്ലാം പഴുത്തിരിക്കും. നല്ല വലിപ്പമുള്ളത് കൊണ്ട് ചെറുതുകൊണ്ട്. ഇത് 2 നല്ല വലിപ്പം. ഇവിടെ നിൽക്കുകയാണ് വേണ്ട. ഇത്രയും കണ്ട. അപ്പോഴേ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് കണ്ട. വാഴത്തട എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ കണ്ട. വാഴത്തട, ഒരു മുന്തിരി, ബോഞ്ചിക്ക, കുറേ തക്കാളി, കത്തിരിക്ക, വെണ്ടയ്ക്ക, പച്ചമുളക്, അങ്ങനെ എല്ലാം ഇന്നത്തെ എൻ്റെ വിളവെടുപ്പാണ്. 2-3 ദിവസത്തേക്ക് ഇത് ഇത്രയും മതി. എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.